ഹലോ കുട്ടികളെ, എല്ലാവർക്കും ഓപ്പൺ ഔട്ടിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. മോഡൽ പരീക്ഷ ആരംഭിച്ച അന്ന് മുതൽ നിരവധി കുട്ടികൾ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട സംശയത്തിൻ്റെ മറുപടി തെളിവ് സഹിതം പറയുകയാണ് ഞാൻ ഈ വീഡിയോയിലൂടെ. ആ ചോദ്യം മറ്റൊന്നുമല്ല, മോഡൽ പരീക്ഷ ഈസിയാണ് എങ്കിൽ മെയിൻ എക്സാം ടഫ് ആവുമോ? നേരെ തിരിച്ചും, മോഡൽ എക്സാം ടഫ് ആണെങ്കിൽ മെയിൻ എക്സാം ഈസി ആവുമോ? ഇങ്ങനെയൊക്കെ ഞങ്ങൾ കുറേ കേട്ടിട്ടുണ്ട്. ഇത് സത്യമാണോ എന്ന് ഒരുപാട് കുട്ടികൾ ചോദിക്കുന്നുണ്ട്. ഈ ചോദ്യത്തിൻ്റെ ഉത്തരം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. വീഡിയോയിൽ കിടക്കുന്നതിന് മുന്നേ പറയട്ടെ, നിങ്ങൾ ഒരു SSLC വിദ്യാർത്ഥിയാണ് എങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം നിങ്ങൾക്ക് ഓരോ സബ്ജക്റ്റുമായി ബന്ധപ്പെട്ടിട്ടും പൊതുവായ SSLC പരീക്ഷയെക്കുറിച്ചുമെല്ലാമുള്ള എല്ലാ തരത്തിലുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോകളും ഈ ചാനലിൽ എല്ലാ ദിവസവും വന്നുകൊണ്ടേയിരിക്കും. സോ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ചിലപ്പോൾ നിങ്ങൾ എന്നും ചാനൽ കാണുന്നുണ്ടാവും, ഇപ്പോഴും സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടാവില്ല. അങ്ങനെയുള്ള ആളുകൾ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി പുതുതായിട്ട് ആണ് ഈ ചാനൽ കാണുന്നതെങ്കിലും തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം നിങ്ങൾക്ക് അത്രയധികം ഉപകാരം ഈ ചാനൽ കൊണ്ട് ഉണ്ടാകുമെന്ന് ഞാൻ ഉറപ്പ് തരുന്നു. ഓക്കെ, രണ്ടാമത്തെ ഒരു കാര്യം, നിങ്ങൾ തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കണം. കാരണം അവർക്ക് എല്ലാവർക്കും ഈ സംശയമുണ്ട്. അതിനുള്ള മറുപടിയാണ് ഞാൻ ഈ പറയുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ. കുട്ടികളെ, മോഡൽ പരീക്ഷ ഈസിയാണ് എങ്കിൽ മെയിൻ എക്സാം ടഫാക്കുകയോ അല്ലെങ്കിൽ മോഡൽ എക്സാം ടഫ് ആയതുകൊണ്ട് മെയിൻ എക്സാം ഈസിയാക്കുകയോ ഒന്നും ചെയ്യാറില്ല. അങ്ങനെ ഒരു സംവിധാനവും ഇല്ല. എന്തുകൊണ്ട് എന്ന് ഞാൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു തരാം. SSLC പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് 4 സെറ്റ് ചോദ്യപേപ്പറുകളാണ് വിദ്യാഭ്യാസ വകുപ്പ് തയ്യാറാക്കുക. 4 സെറ്റ് ചോദ്യപേപ്പറുകൾ തയ്യാറാക്കും. അതിൽ ഏതെങ്കിലും ഒരു സെറ്റ് ചോദ്യപേപ്പറാണ് മോഡൽ പരീക്ഷയ്ക്ക് വേണ്ടി തിരഞ്ഞെടുക്കുന്നതും പ്രിൻ്റ് ചെയ്ത് നിങ്ങളുടെ കയ്യിലേക്ക് എത്തുന്നതും. മറ്റൊരു സെറ്റ് മെയിൻ എക്സാമിന് വേണ്ടിയിട്ടും ബാക്കി വരുന്ന 2 സെറ്റുകളിൽ ഒന്ന് സേ എക്സാം, അതായത് നിങ്ങൾ ഏതെങ്കിലും സബ്ജക്റ്റിന് തോറ്റു കഴിഞ്ഞാൽ സേ പരീക്ഷ നടത്താൻ വേണ്ടിയിട്ടും ബാക്കി വരുന്ന ഒരു സെറ്റ് എന്തെങ്കിലും കാരണവശാൽ പരീക്ഷകൾ മാറ്റിവെക്കുകയോ പരീക്ഷകൾ വീണ്ടും നടത്തേണ്ടി വരികയോ, ചിലപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ ചോർന്നിട്ടൊക്കെ പരീക്ഷകൾ വീണ്ടും നടത്തേണ്ട സാഹചര്യമൊക്കെ ഉണ്ടാവാറുണ്ട്. അങ്ങനെയൊക്കെ ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ ഉപയോഗിക്കാനുമാണ് 4ാമത്തെ സെറ്റ്. അതായത് ഈ 4 സെറ്റും തയ്യാറാക്കുന്നത് SSLC പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ചോദ്യങ്ങൾ എന്ന രീതിയിൽ തന്നെയാണ്. അല്ലാതെ ഇത് മോഡൽ പരീക്ഷയ്ക്കുള്ള ചോദ്യപേപ്പറാണ്, ഇത് കുറച്ച് ഈസി ആയിട്ട് ഇടാം, ഇത് SSLC പരീക്ഷ മെയിനിലുള്ള ക്വസ്റ്റ്യൻ പേപ്പറാണ്, ഇത് കുറച്ച് ടഫാക്കി ഇടാം എന്ന രീതിയിലല്ല ക്വസ്റ്റ്യൻ പേപ്പർ തയ്യാറാക്കുക. 4ഉം SSLC പരീക്ഷയ്ക്ക് വേണ്ടിയാണ് തയ്യാറാക്കുന്നത്. പക്ഷേ അതിൽ ഒന്ന് മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ എന്ന് മാത്രം. അതുകൊണ്ട് തന്നെ ഒന്ന് ഈസിയാക്കി മറ്റേത് ടഫാക്കുന്ന പരിപാടിയോ ഒന്ന് ടഫാക്കി മറ്റേത് ഈസിയാക്കുന്ന പരിപാടിയോ ഒന്നുമില്ല. 4ഉം ഏകദേശം ഒരേപോലെ തന്നെയാണ് ചോദ്യപേപ്പർ ഉണ്ടാവുക. അതിൽ ചിലത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിരിക്കും, ചിലത് നിങ്ങൾക്ക് ഈസി ആയിരിക്കും. അത് നിങ്ങളുടെ ഭാഗ്യം പോലെയും നിങ്ങൾ പഠിച്ചതുപോലെയുമൊക്കെ കാര്യങ്ങളിരിക്കും. അല്ലാതെ ക്വസ്റ്റ്യൻ പേപ്പർ ഇടുന്നയാൾ മോഡൽ പരീക്ഷയ്ക്ക് ഞാൻ ഫിസിക്സിന് ഈസി ക്വസ്റ്റ്യൻ അല്ലേ കൊടുത്തത്, അവന്മാർ അങ്ങനെ സൂഹിക്കേണ്ട, എന്നാൽ ഫൈനൽ പരീക്ഷയെക്കുറിച്ച് ടഫ് അങ്ങ് ഇട്ട് കളയാം എന്നൊന്നുമല്ല തീരുമാനിക്കുന്നത്. ഇതെല്ലാം ഒരേപോലെ ഒരേ മാനദണ്ഡം വെച്ചുണ്ടാക്കുന്ന ചോദ്യപേപ്പറാണ്. ചിലപ്പം ചിലത് ഈസിയാവും, ചിലത് ടഫാവും. അത് ഒരിക്കലും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. ഇനി എന്ത് തെളിവാണ് ഇതിനുള്ളതെന്നാണ് ഈ കഴിഞ്ഞ വർഷവും, അതായത് ഈ കഴിഞ്ഞ വർഷത്തെ SSLC വിദ്യാർത്ഥികളും ഇതേ ചോദ്യം നിരന്തരം ചോദിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ അന്ന് നമ്മൾ ഇതൊക്കെ പറയുന്നെങ്കിലും നമ്മളൊന്ന് നോക്കുമല്ലോ ഇതിങ്ങനെയൊക്കെ തന്നെയാണെന്ന് നോക്കിയപ്പോൾ ഫിസിക്സ് പോലെയുള്ള പരീക്ഷകൾ, മലയാളം പോലെയുള്ള പരീക്ഷകളൊക്കെ, അതേപോലെ കെമിസ്ട്രിയൊക്കെ കഴിഞ്ഞ വർഷം മെയിൻ എക്സാമിനും മോഡൽ എക്സാമിനും ഈസി ചോദ്യപേപ്പറായിരുന്നു. എന്നാൽ അതേസമയം മാത്സിലും ഇംഗ്ലീഷിലുമൊക്കെ ചില ചോദ്യങ്ങൾ A+ലേക്ക് എത്താൻ ബുദ്ധിമുട്ടിച്ചു. അതായത് കുറേ ഭാഗങ്ങൾ എളുപ്പമാണ്, പക്ഷേ ചില ചോദ്യങ്ങൾ ഒരു A+ ലെവലിലേക്ക് എത്താൻ വേണ്ടിയിട്ട് 1-2 ചോദ്യങ്ങൾ ഇട്ടിട്ടിരുന്നു. അത് കുറച്ച് നന്നായി പഠിക്കുന്ന കുട്ടികൾക്ക് ഉത്തരം എഴുതാൻ കഴിയുമായിരുന്നുള്ളൂ. അത് മോഡലിനും അതുപോലെ തന്നെയായിരുന്നു, മെയിനും അതുപോലെ തന്നെയായിരുന്നു. അതായത് ഏകദേശം ഒരേപോലെയായിരുന്നു ക്വസ്റ്റ്യൻ പേപ്പറുകൾ. എന്നാൽ ചില എക്സാമുകളിൽ മെയിൻ ഈസി ആവുകയും മോഡൽ എക്സാം ടഫ് ആവുകയും ചെയ്തിട്ടുണ്ട്, നേരെ തിരിച്ചും വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇത് ആരും പ്ലാൻ ചെയ്ത് അങ്ങനെ ഒരു കാര്യവും ചെയ്യുന്നില്ല. ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ചിലപ്പോൾ അങ്ങനെ ഇങ്ങനെയൊക്കെ സംഭവിക്കാം എന്ന് മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞ മോഡൽ എക്സാമിന് പ്രൂവ് ചെയ്യപ്പെട്ടൊരു കാര്യമാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് അങ്ങനെ ഒരു പേടി വേണ്ട. സോ നിങ്ങളാകെ ചെയ്യേണ്ടത് എന്താണ്? നന്നായിട്ട് പഠിക്കുക. പിന്നെ ബാക്കിയൊക്കെ എക്സാം ഹാളിൽ ചെന്നിട്ട് വരുന്ന പോലെ കാണാമെന്നേ ഉള്ളൂ. നിങ്ങൾ നിങ്ങളുടെ ഭാഗത്ത് ചെയ്യാനുള്ള കാര്യം ഏറ്റവും നന്നായിട്ട് പഠിക്കുക, ഒന്നും വിടാതെ പഠിക്കുക എന്നുള്ളത് അത് നിങ്ങൾ ചെയ്യുക. ചോദ്യപേപ്പർ ഈസി ആകുമ്പോൾ ടഫ് ആകുമ്പോൾ എന്നുള്ളത് എക്സാം ഹാളിൽ കയറുമ്പോൾ നിങ്ങൾക്കറിയാം. നന്നായിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ ടഫ് ആവാൻ യാതൊരു സാധ്യതയില്ല. നിങ്ങൾക്ക് എല്ലാ ഉത്തരങ്ങളും എഴുതാൻ കഴിയുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. വീണ്ടും കാണാം. താങ്ക് യു.